എല്ലാവർക്കും സുനീസ് ഫുഡ് കോർട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പൊടിയും ചിക്കനും കൂടെ വെച്ചിട്ട് ചെയ്യുന്നൊരു മൊമോസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ സാധാരണ മൊമോസ് ചെയ്യുന്നത് മൈദ വെച്ചിട്ടാണ്, നമ്മളിവിടെ ഗോതമ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇത് ആവിയിൽ വേവിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ ഒട്ടും എണ്ണയൊന്നും വേണ്ട, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ച് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം മൈദ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മളിത് ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇളം ചൂടുവെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമ്മുടെ മൊമോസ്. അപ്പോൾ ഇളം ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. ഞാനിവിടെ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെയാണ്. ഇനി ഈ മാവ് നമുക്കൊരു അരമണിക്കൂറൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത് അടച്ചിട്ട് അരമണിക്കൂർ മാറ്റി വെക്കുന്ന നേരം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പം ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു 4-5 പീസ് എല്ലില്ലാത്ത ചിക്കൻ, കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒത്തിരി അങ്ങ് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഇതാ ഈ രീതിയിൽ ചിക്കനൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഞാനതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും അതുപോലെ ഒരു 3-4 വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്. നമ്മളിതിൻ്റെ ഫില്ലിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാം നല്ല പൊടിയായിട്ട് അരിയാനായിട്ട് ശ്രദ്ധിക്കുക, അപ്പോഴാണ് കുറച്ചും കൂടെ നല്ലത്. ഇനി ഇതിലേക്ക് ഞാൻ 2 സവാളയും ഇതുപോലെ കുഞ്ഞതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ സവാളയും അതുപോലെ നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുക്കുക. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ അധികം ചേർക്കണ്ട, നമ്മളിതിലേക്ക് ലാസ്റ്റ് സോസ് കുറച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചിക്കനൊക്കെ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ചേർത്തിട്ട് ബാക്കി വേണമെങ്കിൽ പിന്നെ നോക്കിയിട്ട് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ ക്യാരറ്റാണ്, അത് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ക്യാബേജ് ഉണ്ടെങ്കിൽ ക്യാബേജ് കൂടെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റ് മാത്രം ചേർക്കുന്നുള്ളൂ. അപ്പോൾ ക്യാരറ്റും ഈ സവാളയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒത്തിരി നമ്മൾ കുറേ നേരം ഒന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് അതിൻ്റെ ആ ഒരു പച്ചപ്പൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ക്യാരറ്റും സവാളയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. നമ്മളിതിലേക്ക് അങ്ങനെ ഒത്തിരി മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. ഇതിൻ്റെ ഫില്ലിംഗ് എന്ന് പറയുന്നത് ആകെ നമ്മൾ കുരുമുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ ചിക്കനൊക്കെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് എരിവ് നോക്കിയിട്ട് വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സോസ് ചേർക്കണം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് സോസ് ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ചേർക്കുക. നിങ്ങളുടെ അടുത്ത് ചില്ലി സോസ് ഉണ്ടെങ്കിൽ ചില്ലി സോസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ സോസ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ സോസ് ചേർക്കുമ്പോഴാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ മൊമോസിൻ്റെ തന്നെ കറക്റ്റ് ടേസ്റ്റ് കിട്ടും ആ ഒരു ഫില്ലിങ്ങിന്. സോസ് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പുള്ളതുകൊണ്ട് ഇനി ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനീഗർ കൂടെ ചേർക്കുക. അതുകൂടെ ചേർത്തിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പും എരിവൊക്കെ നോക്കിയപ്പോൾ എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ നമ്മുടെ ഫില്ലിങ്. അപ്പോൾ ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ കുഴച്ചിട്ട് ഇത് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഈ വലിപ്പത്തിലുള്ള ബോളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇങ്ങനെ അല്ലാതെ വേണമെങ്കിൽ വലുതാക്കി പരത്തിയിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിതുപോലെയാണ് ചെയ്യാറ്, ചെറുതായിട്ട് പരത്തിയെടുക്കുക വട്ടത്തിൽ. അപ്പോൾ ഒത്തിരി കനം വേണ്ട, കുറച്ച് കനം കുറച്ചിട്ടാണ് ഞാൻ പരത്താറ്. കാരണം ഫില്ലിങ് കൂട്ടിയാണ് എടുക്കാറ്. അല്ലെങ്കിൽ വെന്ത് വരുമ്പോൾ ഒത്തിരി കട്ടി ഉണ്ടാവും, കഴിക്കാനായിട്ട് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ആ മാവ് മാത്രമാകുമ്പോൾ. അപ്പോൾ ഇതുപോലെ വട്ടത്തിൽ പരത്തിയെടുക്കുക.
അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമ്മുടെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. അപ്പോൾ 1-2 സ്പൂൺ ഫില്ലിംഗ് വെക്കുക. നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഫില്ലിംഗ് കൂടുതലുള്ളപ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഞാൻ കുറച്ച് അധികം തന്നെ ഫില്ലിംഗ് വെക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ കുറച്ചൊന്ന് വെള്ളം തൊട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മൈദ ആകുമ്പോൾ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. ഗോതമ്പ് പൊടി ആകുമ്പോൾ ഒന്നിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് വെള്ളം തൊട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സൈഡിൽ നിന്നായിട്ട് ഇതുപോലെ നമ്മൾ സാരിക്കൊക്കെ പ്ലീറ്റ് എടുക്കുന്ന പോലെ ഇതുപോലെ ഇങ്ങനെ ഒരുമിച്ച് മടക്കി മടക്കി കൊണ്ടുവരിക. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും. ഇതുപോലെ ഇങ്ങനെ മടക്കി മടക്കി കൊണ്ടുവന്നാൽ മതി. നമ്മൾ വെള്ളം തൊട്ടേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഒട്ടിക്കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാ ഭാഗത്തുനിന്നും ഇതുപോലെ നടുക്കോട്ടാക്കി കൊണ്ടുവരിക. നല്ല എളുപ്പമാണിത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നടുക്കോട്ടാക്കി ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നടുക്ക് ഒത്തിരി മാവ് വരികയാണെങ്കിൽ അത് എടുത്ത് കളയാം കേട്ടോ, അല്ലെങ്കിൽ നടുക്ക് ഒത്തിരി കട്ടി ഉണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ എടുത്ത് കളയുന്നില്ല, കാരണം നമ്മൾ ഒത്തിരി വട്ടത്തിലല്ലല്ലോ പരത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നടുക്ക് ഒട്ടും തന്നെ മാവില്ല. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ ഞാൻ അടുത്തതുകൂടെ കാണിച്ചു തരാം. ഇതുപോലെ നമ്മളൊന്ന് വട്ടത്തിൽ പരത്തിയെടുക്കുക. അപ്പോൾ പരത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. ഫില്ലിംഗ് വെച്ചിട്ട് സൈഡിലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം തൊട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ഭാഗത്തുനിന്നായിട്ട് ഇതുപോലെ മടക്കി മടക്കി കൊണ്ടുവരിക. ഇത് നമുക്ക് 2 രീതിയിൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലും വേറൊരു ഷേപ്പിലൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സൈഡ് മാത്രം ഇതുപോലെ ഒന്ന് മടക്കി മടക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നടുക്കോട്ടാക്കി മടക്കേണ്ട ആവശ്യമില്ല. ആ സൈഡിൽ മാത്രം ഇതുപോലെ ഇങ്ങനെ മടക്കി മടക്കി കൊടുക്കുക. അപ്പോൾ ഒരു സൈഡ് മാത്രം നമ്മളിതുപോലെ മടക്കുള്ളൂ, ബാക്കി സൈഡ് നമ്മൾ പ്ലെയിൻ ആക്കിയാണ് വിടുക. അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. എന്നിട്ട് ഈ പ്ലെയിൻ ആയിട്ടുള്ള സൈഡ് നമ്മൾ ഇതിൻ്റെ ബാക്കിലേക്കായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ 2 രീതിയിലും ചെയ്തിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പിൽ നമ്മളിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എല്ലാം ചെയ്തെടുത്തു. ഇപ്പോൾ ഒരു 11 എണ്ണമാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയത്, ഈ ഒരു ഫില്ലിങ്ങും അതുപോലെ 1 കപ്പ് പൊടി വെച്ചിട്ട്. അപ്പോൾ ഇനി നമുക്കിത് വേവിച്ചിട്ടെടുക്കണം. നമ്മളിത് ആവിയിലാണ് വേവിച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കൊരു തട്ടുണ്ടെങ്കിൽ ഈ ഇഡ്ഡലി പാത്രത്തിൻ്റെ ആ തട്ടിൽ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലൊരു പ്ലേറ്റിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ പ്ലേറ്റിലൊക്കെ നമ്മൾ വെക്കുന്ന സമയത്ത് പ്ലേറ്റിൽ കുറച്ച് എണ്ണ തടവിയിട്ട് വേണം ഇത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 15 മിനിറ്റാണ് ഇത് വേവിച്ചെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് മാത്രം കുറച്ച് നേരം കൂടി എടുക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ മൊമോസൊക്കെ നന്നായി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു കത്തി വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം വെന്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഇതൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇത് ഈ പാത്രത്തിൽ തന്നെ വെക്കരുത്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് പുറത്തേക്ക് എടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോവും. അപ്പോൾ ഇത് പുറത്തേക്ക് എടുത്ത് മാറ്റാം. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്നി കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് 2 തക്കാളിയും അതുപോലെ ഇതിലേക്ക് 3 ഉണക്കമുളകും ചേർത്തിട്ട് ഇതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം തക്കാളിയുടെ ഈ തോലൊക്കെ ഒന്ന് മാറ്റുക. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 3 വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും മുളകും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുക. ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് അടിച്ചെടുക്കുക. ഇത്രേ ഉള്ളൂ നമ്മുടെ ചട്നി. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. കുറച്ചൊരു മധുരവും എരിവും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ലൊരു ടേസ്റ്റാണ് തക്കാളിയുടെ. അപ്പോൾ ഇത് കൂട്ടിയിട്ടാണ് നമ്മൾ ഈ മൊമോസ് കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള മൊമോസും അതുപോലെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൊമോസാണ്. പിന്നെ നമ്മൾ വീട്ടിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ഫില്ലിംഗ് ഒക്കെ ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ എത്ര ഉണ്ടാക്കി കൊടുത്താലും കുഴപ്പമില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്